നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ എന്നതാകുന്നു. ഇവിടെ നിങ്ങളുടെ നാളെയിൽ നാളെ 2025 ജൂൺ മാസം 12-ാം തീയതി, അതായത് 1200 ഇടവമാസം 29-ാം തീയതി വ്യാഴാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:06 അസ്തമയം വൈകിട്ട് 6:43 നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാമെന്ന് 1:30 മണി മുതൽ 3 മണി വരെയുള്ള സമയമാകുന്ന രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു. മൂലം നക്ഷത്രം ഒരു ശുഭനക്ഷത്രമാണ്. പക്ഷേ മൂലത്തിൻ്റെ കാൽ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അശ്വതി മകം മൂലം ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അതിന് ഗണ്ടാന്തം എന്നാണ് നാം പറയുക. ഗണ്ടാന്ത പുഷ്കലേജാതോ പിതൃമാതൃ കുലാന്തക. ഗണ്ടാന്തത്തിൽ ജനിച്ചാൽ ആ കുട്ടി തൻ്റെ പിതാവിൻ്റെയും മാതാവിനെയും കുലത്തിനെ നശിപ്പിക്കും. ഇത് ജീവതി ഭൂപാലഹ. ആ ദോഷ സമയങ്ങളെ തരണം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ കുട്ടി ആരാണ്? രാജാവായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ ഭൂമിയെ ഭരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വാങ്ങാനും കൊടുക്കാനും അത്ര നല്ല നക്ഷത്രമല്ല മൂലം നക്ഷത്രം. കൃത്രിക ഭാഗ്യമൂലാശ്ച മകാ ചിത്രാച രേവതി ആദാതവ്യം ന ദാതവ്യം. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും നാം സ്വീകരിക്കാത്ത നക്ഷത്രങ്ങളാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തശേഷന്തി വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നാളത്തെ തിഥി നാം മനസ്സിലാക്കണം. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ 1-ാമത്തെ തിഥിയാകുന്നു. തലേന്നാൾ പൗർണമി കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് കറുത്ത പക്ഷത്തിലേക്കുള്ള ചന്ദ്രൻ്റെ വരമാണ്. ആ കറുത്ത പക്ഷത്തിൽ തന്നെ 5-ാം തീയതി, കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ പഞ്ചമി വരെ നാം ശുഭകാര്യങ്ങളൊക്കെ സാധാരണ സ്വീകരിക്കാറുണ്ട്. വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്രകാരം തിഥി നല്ലതാണെങ്കിലും പ്രഥമാതിഥിയാണ്. കറുത്തപക്ഷത്തിലെ പ്രഥമാതിഥി. അതിന് ജ്യോതിഷത്തിൽ പ്രതിപദം എന്നാണ് പറയുക. പ്രതിപദം അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രഥമാതിഥി ദാരിദ്ര്യത്തെ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ശുഭ നക്ഷത്രമെന്ന നിലയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത്യാവശ്യം നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ നാളത്തെ ദിനം ചെയ്യാം. സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ ഒഴിച്ച് യാത്രയും മറ്റ് സൗഭാഗ്യങ്ങളും മൂലം നക്ഷത്രം നിങ്ങൾക്ക് നൽകട്ടെ. നാളെ കാലത്ത് 10:40 മുതൽ 1 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളെ നിങ്ങളുടെ മന്ത്രം എന്തെന്നും കൂടി അറിയണം. മൂലം നക്ഷത്രമാണ്. നക്ഷത്രാധിപനായ ഗ്രഹം കേതുവാണ്. രാഹു സർപ്പത്തിൻ്റെ വാലാകുന്നു കേതു. അതിനാൽ നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രമാകട്ടെ. നാളെ നിർബന്ധമായും സർപ്പക്ഷേത്ര ദർശനം നടത്തണം. ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന, ഇതൊക്കെ ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.